Hello again, welcome back to another beautiful episode of Amama's Kitchen. അപ്പോൾ കഴിഞ്ഞ വീഡിയോ നിങ്ങൾ കണ്ടിട്ടുണ്ടോയെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കറിയാം, നമ്മൾ ലൂബിക്ക വറുത്തുനിന്ന് ഒത്തിരി ലൂബിക്ക വറച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യം അതുകൊണ്ട് നമ്മൾ പഞ്ചസാര പാവിലിട്ടു. ഇനി നമ്മൾ ലൂബിക്ക ഉപ്പിലിടാൻ പോവാണ് കേട്ടോ. വലിയ റെസിപ്പി വീഡിയോ ഒന്നും അല്ല ഇത്. നമ്മൾ ചെയ്തൊരു സംഭവം ഒന്ന് നിങ്ങളെ കാണിക്കാമെന്ന് വിചാരിച്ചു, അത്രയേ ഉള്ളൂ. അല്ലാതെ ഉപ്പിലിടാൻ അറിയാത്ത മലയാളികളുണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നേ ഇല്ല. അപ്പോൾ നമ്മളെങ്ങനെയാണ് ഈ ഒരു ലൂബിക്ക ഉപ്പിലിടുന്നതെന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. അപ്പോൾ അതിന് വേണ്ടി നന്നായിട്ട് കഴുകി തുടച്ചെടുത്തിട്ടുള്ള ഭരണി എടുത്ത്, എന്നിട്ട് നമ്മളൊരു മീഡിയം പഴുപ്പുള്ള ലൂബിക്കയാണ് നമ്മൾ ഉപ്പിലിടാൻ വേണ്ടിയിട്ട് ഓപ്റ്റ് ചെയ്തത്. അപ്പോൾ അത് നമ്മൾ ഭരണിക്കകത്തിട്ടു. എന്നിട്ട് ആവശ്യത്തിന് പച്ചമുളക്, അതൊക്കെ നമ്മുടെ പ്രിഫറൻസാണ്, നമുക്ക് എത്രത്തോളം എരിവ് വേണം എന്നുള്ളത്. പിന്നെ ഉപ്പിലിടുന്ന ഒരു സംഭവത്തിന് അത്യാവശ്യം എരിവും എല്ലാം വേണമല്ലോ. പിന്നെ പൊതുവേ ഈ പച്ചമുളകൊക്കെ ഇടുന്ന സമയത്ത് കുറേ ദിവസം കെട്ടി വയ്ക്കുമ്പോൾ ഈ ഉപ്പിലിട്ട വെള്ളത്തിൻ്റെ മേലെ ഒരു പാട പോലെ ഫോം ചെയ്യാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അത് ഒഴിവാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ കുറച്ച് വിനാഗിരി ഒഴിക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ പാട കെട്ടൽ ഒഴിവാക്കി കിട്ടും കേട്ടോ. അപ്പോൾ നമ്മൾ പച്ചമുളക് മാത്രമല്ല, ഇഞ്ചിയും കറിവേപ്പിലയൊക്കെ നമ്മുടെ തൊടിയിൽ തന്നെ ഉണ്ടാകുന്നതാണ്. അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഇടാം. പോരാതെ നല്ല ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ള സംഭവങ്ങളാണല്ലോ ഇതൊക്കെ. അപ്പോൾ കറിവേപ്പില, പച്ചമുളക്, ഇഞ്ചി. ഇനി ഈ ഒരു പാട കെട്ടാതിരിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ വിനാഗിരി ഒഴിക്കുകയാണ്. കാരണം ഇതെന്തായാലും കുറേ ദിവസം നമ്മുടെ വീട്ടിലുണ്ടാവും. അതുകൊണ്ട് നമ്മളത് പാട കെട്ടാതെ കേട് വരാതെ സ്റ്റോർ ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റേതായിട്ടുള്ള ചിട്ടവട്ടത്തോടു കൂടി തന്നെ ചെയ്യണം. അപ്പോൾ അതുകൊണ്ട് നമ്മൾ വൃത്തിക്ക് എല്ലാ സംഭവങ്ങളും ഇട്ടു. ഇനി ഈ ഭരണി നമുക്ക് അടച്ചു വെച്ചിട്ട് ഒന്ന് ജസ്റ്റ് ഇളക്കി കൊടുത്തു കേട്ടോ. എന്നിട്ട് നമ്മളത് അടച്ചു വെച്ചിട്ട് നമ്മൾ കെട്ടിയിട്ടെടുത്ത് വെക്കും. കെട്ടുന്നത് ഞാൻ കാണിക്കുന്നില്ല, പക്ഷേ കെട്ടിയെടുത്ത് വെക്കുന്നുണ്ട് കേട്ടോ. ഇനി നമ്മൾ കെട്ടിയെടുത്ത് വെച്ച ശേഷം കുറച്ച് ലൂബിക്ക നമുക്ക് ഇനിയും ബാക്കിയുണ്ട്. അത് കുറച്ച് പച്ച ലൂബിക്കയാണ്, അധികം പഴുത്തിട്ടില്ല. അപ്പം നമ്മൾ വിചാരിച്ചു അതിനകത്ത് അച്ചാറിടാമെന്ന്. പക്ഷേ അച്ചാർ ഉടനെ ഇട്ട് കഴിഞ്ഞാൽ അതിനകത്തൊരു ടേസ്റ്റ് ഉണ്ടാവില്ല. ഉപ്പൊക്കെ നന്നായിട്ട് ലൂബിക്കകത്ത് പിടിക്കണം, അപ്പോഴായിരിക്കും അതിനകത്ത് ടേസ്റ്റ് വരിക. അപ്പം നമ്മൾ ആദ്യം വലിയൊരു ഭരണി എടുത്തു, അതും നന്നായിട്ട് കഴുകി തുടച്ചു വെച്ചു. എന്നിട്ട് ഈ ലൂബിക്കയൊക്കെ ഇട്ട് ടാറ്റ സോൾട്ട് എടുത്ത കേട്ടോ, കല്ലുപ്പാണ്. അപ്പോൾ നമ്മൾ ഈ ലൂബിക്ക എടുത്ത് ഒരു ലെയർ ഇട്ട ശേഷം ഉപ്പിടുക, പിന്നെയും ലൂബിക്ക ഇടുക, ഉപ്പിടുക. അപ്പോൾ ആ ഒരു പ്രോസസ്സ് കണ്ടിന്യൂ ചെയ്യുക. ഇതെന്തിനാണെന്ന് വെച്ചാൽ പ്രിസർവ് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പോരാതെ ഇതിൽ നന്നായിട്ട് ഉപ്പ് പിടിച്ച് കഴിഞ്ഞാൽ നമുക്ക് അച്ചാറുണ്ടാക്കുമ്പോൾ നല്ല സ്വാദായിരിക്കും. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മളിത് ചെയ്യുന്നത്. പക്ഷേ ഇത് എത്ര കാലം നമ്മൾ കെട്ടിവെക്കും, എപ്പോൾ നമ്മളെടുത്ത് അച്ചാറിടും, ഇതൊന്നും നമുക്കറിയില്ല. അപ്പോൾ ഒരു അനിശ്ചിത കാലത്തോളം നമ്മൾ ഈ ലൂബിക്കേനെ തടവറയ്ക്കുള്ളിലാക്കിക്കൊണ്ടിരിക്കുകയാണ് കേട്ടോ. കാരണം ഇനി നമുക്ക് എപ്പോൾ സമയം കിട്ടുമെന്നൊന്നും അറിയില്ല. അന്നേരമായിരിക്കും നമ്മളിത് എടുത്തിട്ട് അച്ചാറിടുക. അപ്പോൾ ഇനി അച്ചാറിടുന്ന സമയത്ത് നിങ്ങൾക്ക് ക്ലിയറായിട്ട് ഇതെങ്ങനെയാണ് അച്ചാറിടുന്നത് എന്നുള്ളത് കാണിച്ചു തരാം കേട്ടോ. നല്ല ടേസ്റ്റാണ് ലൂബിക്ക അച്ചാറും. അപ്പം നമുക്ക് കിട്ടുന്ന ഒരു റിസോഴ്സ്, അല്ലെങ്കിൽ നമുക്ക് ദൈവം കനിഞ്ഞു തരുന്ന എല്ലാ കായ്കനികളും നമ്മളതിൻ്റെ മാക്സിമത്തിൽ ഉപയോഗിക്കുക എന്നുള്ളതാണ്. അപ്പോൾ അതാണ് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ ഉപ്പ് മാത്രമല്ല, കുറച്ച് വിനാഗിരിയും കൂടെ ഒഴിച്ചിട്ട് നമ്മൾ ഭരണി മൂടുകയാണ് കേട്ടോ. കെട്ടുന്നത് ഞാൻ കാണിക്കുന്നില്ല. അപ്പോൾ അത് കുറച്ച് കാലം ഇങ്ങനെ ഭരണിയുടെ തടവറേൻ്റെ ഉള്ളിൽ കുറച്ച് കാലം ഇരിക്കട്ടെ. അപ്പോൾ പിന്നീട് എപ്പോഴെങ്കിലും നമുക്കിതിനെ സ്വതന്ത്രരാക്കാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. ഇഷ്ടപ്പെട്ട എൻ്റെ ചാനൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. ബൈ ബൈ.